അണ്ണാ പുറത്ത് നല്ല മഴ തണുപ്പ്, ഒരു ചൂട് കാപ്പിയും ജോൺസൺ മാഷിന്റെ പാട്ടും കേട്ടിരിക്കുക. ആഹാ അന്തസ്. പക്ഷെ അണ്ണാ, ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയ നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടം കാണുന്നതും ഒരു രസമാട്ടോ. അത് മറ്റൊരു അന്തസ്. എങ്കിലേ ഈ കോരിച്ചോരിയുന്ന മഴയത്ത് കാണാൻ പറ്റിയ ഒരു 10 കിടിലൻ ത്രില്ലർ പടങ്ങൾ അങ്ങോട്ട് പറയണം. ആഹാ, എന്നാ പിടിച്ചോ. നമ്പർ 10. മഴയുള്ള സമയങ്ങളിൽ മാത്രം കൊലപാതകം നടത്തുന്ന ഒരു സീരിയൽ കില്ലർ. കില്ലറിന് പിറകെ നമ്മുടെ നായകൻ ഡിറ്റക്റ്റീവ് സമാവുറ. ഭയങ്കര സംഭവമൊന്നും അല്ലെങ്കിലും ഈ കാലാവസ്ഥയ്ക്ക് കാണാൻ പറ്റിയ ഒരു ക്രൈം ത്രില്ലർ പടമാണ്. ചിത്രം 2016 റിലീസായ ജാപ്പനീസ് ത്രില്ലർ മ്യൂസിയം. കഥ മുഴുവൻ ഒരു മഴ അറ്റ്മോസ്ഫിയറിലുള്ള ഒരു സിനിമയാണ്. ചെറിയ ലാഗ് അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം, എങ്കിലും മോശമില്ലാത്തൊരു പടമാണ് കേട്ടോ. തൽക്കാലം നമ്മുടെ നാട്ടിൽ ഒരു പ്ലാറ്റ്ഫോമിലും ഈ പടം ഇപ്പോൾ ലഭ്യമല്ല, പക്ഷേ ഡിജിറ്റലി അവൈലബിൾ ആണ്. നേരായ മാർഗത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെന്ന് ചുരുക്കം. പടം സ്ട്രിക്ട്ലി 18+ ആണ്. 2 മണിക്കൂർ 12 മിനിറ്റാണ് ഇതിന്റെ റൺ ടൈം. നമ്പർ 9. 1995 ചൈനയിലെ ഒരു റിവർ സൈഡ് പട്ടണത്തിൽ ഒരു പ്രായമായ സ്ത്രീയുടെ കൊലപാതകം നടക്കുന്നു. ഇതിന്റെ അന്വേഷണത്തിനിടെ വേറെ കുറെ കൊലപാതകങ്ങൾ നടക്കുന്നു. അതോടുകൂടി പോലീസ് കൺഫ്യൂഷനിലാവുകയാണ്. ചിത്രം 2023 ഇറങ്ങിയ ചൈനീസ് ത്രില്ലർ ഒൺലി ദ റിവർ ഫ്ലോസ്. വളരെ വളരെ സ്ലോ ആയിട്ട് പോകുന്ന ഒരു പടമാണ്. പക്ഷെ പടം മുമ്പോട്ട് പോകുമ്പോൾ ആരാണ് കൊലപാതകി എന്നറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്കുണ്ടാവും കേട്ടോ. ഒരു മെമ്മറീസ് ഓഫ് മർഡറിന്റെ ഒക്കെ ഒരു വൈബ് നൽകുന്ന ഒരു സ്റ്റൈലാണ് പടം ഒരുക്കിയേക്കുന്നത്. സ്റ്റിൽ എല്ലാവരുടെയും ചായക്കപ്പാണെന്ന് തോന്നുന്നില്ല. ആമസോൺ പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് പടം കാണാൻ പറ്റും. 18+ ഒന്നുമല്ല. 1 മണിക്കൂർ 42 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. നമ്പർ 8. കട്ട ക്രിമിനൽ ആയിട്ടുള്ള കുറെ തല്ലിപ്പൊളി പെമ്പിള്ളേര്, സംസാരശേഷി ഇല്ലാത്ത അവരുടെ സഹപാഠിയെ അവര് ക്രൂരമായിട്ട് റാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെയിം ടൈം ആ ഏരിയയിൽ മുഖംമൂടിയൊക്കെ ധരിച്ച ഒരു കൊലയാളി കൂടി വരുവാണ്. തുടർന്ന് നടക്കുന്ന കൊടും ക്രൈമുകളും അതിന്റെ പിന്നിലെ മിസ്റ്ററി എന്നുള്ള അന്വേഷണം ഒക്കെ പറയുന്ന ഒരു സിനിമ. ചിത്രം 2024 റിലീസായ ഒരു കിടിലൻ ചൈനീസ് ത്രില്ലർ എ പ്ലേസ് കോൾഡ് സൈലൻസ്. നല്ല കിടിലൻ സ്ക്രിപ്റ്റും നല്ല മേക്കിങ്ങുമാണ് പടത്തിൻ്റെത്. നമുക്കൊട്ടും ബോറടിക്കില്ല. ഫുൾ മഴയുടെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. പടം നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് കാണാം. 1 മണിക്കൂർ 59 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. നമ്പർ 7. കാട്ടരുവിക്കടുത്ത് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ഒരു പ്രത്യേക രീതിയിൽ കണ്ടെത്തുന്നു. കേസിന്റെ അന്വേഷണ ചുമതല ഡിറ്റക്റ്റീവ് അമിയ സൽസാറിനായിരുന്നു. വീണ്ടും ഇങ്ങനെ ആ താഴ്വാരത്ത് നടക്കുന്ന കുറെ അനിഷ്ട സംഭവങ്ങളും ഒക്കെയാണ് സിനിമ പറയുന്നത്. ചിത്രം 2018 റിലീസായ സ്പാനിഷ് ത്രില്ലർ ദ ഇൻവിസിബിൾ ഗാർഡിയൻ. നായികയോടൊപ്പം ഈക്വൽ ഇമ്പോർട്ടൻസ് മഴയ്ക്കും ഉണ്ടെന്ന് പറയാം. ഇതിന്റെ ക്യാമറ വർക്കൊക്കെ അന്യായമാണ്. മഴയും മഞ്ഞും കാടും ഒക്കെ ആയിട്ട് ഒരു കിടിലൻ ഡാർക്ക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. പടം മിക്കവരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ മിസ് ചെയ്യരുത്. ബെസ്റ്റ് സെല്ലറായ ഒരു നോവലിനെ ആസ്പദമാക്കി വന്ന പടമാണ്. ഇതിന് 2 ഭാഗങ്ങൾ, അതായത് 2 സീക്വൽസ് കൂടി ഉണ്ടായിട്ടുണ്ട്. എല്ലാം നല്ല പടങ്ങളാണ് കേട്ടോ. ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പടം 18+ ആണ്, ഓർക്കുക. 2 മണിക്കൂർ 9 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. നമ്പർ 6. കോരിച്ചൊരിയുന്ന മഴയുള്ള ഒരു രാത്രി യാത്ര മുടങ്ങിപ്പോയ കുറെ പേര് ഒരു ഒറ്റപ്പെട്ട മോഡലിൽ അഭയം പ്രാപിക്കുന്നു. തുടർന്ന് അവിടെ നടക്കുന്ന വിചിത്രമായിട്ടുള്ള സംഭവങ്ങൾ. ചിത്രം 2003 ഇറങ്ങിയ ഇംഗ്ലീഷ് സൈക്കോളജിക്കൽ ത്രില്ലർ ഐഡന്റിറ്റി. നമ്മുടെ ടൊവിനോ തോമസിന്റെ ഐഡന്റിറ്റി അല്ല കേട്ടോ. ഇത് കാണാത്ത ആൾക്കാർ തന്നെ കുറവായിരിക്കും. ഞാൻ തന്നെ കുറെ ലിസ്റ്റുകളിൽ ഈ പടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു അന്യായ കിളിവറപ്പിയൊരു ഐറ്റം ആണിത്. ഇനിയും കണ്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. കണ്ടവർക്ക് ഈ മഴയത്ത് വേണമെങ്കിൽ ഇരുന്നൊന്നുകൂടെ കാണാൻ പറ്റുന്നൊരു പടമാണ്. പ്രൈമിൽ നിങ്ങൾക്ക് റെന്റിൽ കാണാൻ പറ്റും. 1.5 മണിക്കൂർ മാത്രമാണ് ഇതിന്റെ റൺ ടൈം. നമ്പർ 5. നെക്സ്റ്റ് മൈക്കൽ സുലിവന്റെ കഥയാണ്. അയാളുടെ ബോസിന്റെ മകൻ നടത്തിയ കൊലപാതകത്തിന് അയാളുടെ സ്വന്തം മകൻ സാക്ഷിയായി എന്ന് മനസ്സിലാക്കുന്ന മൈക്കൽ മകനെ കൊണ്ട് നടത്തുന്ന ഒളിച്ചോട്ടവും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും ഒക്കെയാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം 2002 ടോം ഹാങ്സിനെ നായകനാക്കി റിലീസായ റോഡ് ടു പെർഡിഷൻ. ഇതിൽ കംപ്ലീറ്റ് മഴയൊന്നുമില്ല, പക്ഷേ ഇതിന്റെ മർമ്മപ്രധാനമായ ഭാഗത്ത് ഒരു കിടിലൻ മഴ സീനുണ്ട്. മികച്ച ഛായാഗ്രഹണത്തിനുള്ള അക്കാഡമി അവാർഡ് കിട്ടിയ പടമാണ്. അതും പോസ്റ്റ്മസ് ആയിട്ടാണ് കിട്ടിയത്. പ്രൊഡക്ഷൻ ഡിസൈനും ഗംഭീരമാണ്. ഈ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മലയാളത്തിലേക്ക് വളരെ ഭംഗിയായിട്ട് കോപ്പി അടിച്ചിട്ടുണ്ട്. ഏത് പടമാണെന്ന് അറിയാവുന്നവർക്കറിയാം. ഇതും മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും ഇല്ല, പക്ഷേ ഡിജിറ്റലി അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് നന്നായിട്ട് തപ്പിയാൽ മതി. 1 മണിക്കൂർ 57 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. നമ്പർ 4. സ്പെയിനിലെ ഒരു ചെറിയ ടൗണിൽ നിന്നും 2 സഹോദരിമാരെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുന്നതും ഇതിന്റെ അന്വേഷണത്തിനായിട്ട് അവിടെ എത്തുന്ന 2 ഡിറ്റക്റ്റീവുകളുടെയും കഥ. ചിത്രം 2014 റിലീസായ സ്പാനിഷ് ത്രില്ലർ മാർഷല. കിടിലം പടമാണ്. അന്യായ ക്യാമറയാണ്, ഒപ്പം മഴയുടെ സാന്നിധ്യവും. പ്രൊഡക്ഷൻ ഡിസൈനും താരങ്ങളുടെ പെർഫോമൻസും ഗംഭീരമാണ്. പലതവണ റെക്കമെൻഡ് ചെയ്തൊരു പടമാണ്. പലരും കണ്ടിട്ടുണ്ടാവും. എങ്കിലും ഈ മഴക്കാലത്ത് ഒരു റീവാച്ച് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല. ആ ഒരു മൂഡൊക്കെ നല്ല രസമാണ്. 1 മണിക്കൂർ 45 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. ഇതും ഡിജിറ്റലി അവൈലബിൾ ആണ്. തപ്പി കണ്ടുപിടിക്കുക. നമ്പർ 3. ഒരു താങ്ക്സ് ഗിവിംഗ് ദിനത്തിൽ വീടിന് പുറത്തേക്ക് പോയ 2 പെൺകുട്ടികളെ കാണാതാവുന്നതും അതിന്റെ അന്വേഷണവും പറയുന്ന ചിത്രം. 2013 ഡെന്നിസ് വെലന്യൂ സംവിധാനം ചെയ്ത പ്രിസണേഴ്സ്. ഹ്യൂഗ് ജാക്മാനും ജേക്ക് ജിലൻ ഹാളുമാണ് പ്രധാന വേഷങ്ങളിൽ. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പടങ്ങളിലൊന്നാണ്. ഇതിന്റെ ക്യാമറ വിഷ്വൽസ് ഒക്കെ ചുമ്മാ ഓരോ സീനും ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ഇങ്ങനെ പെയിന്റിംഗ് പോലെ ഇരിക്കും. ഈ മഴയത്തൊന്നുകൂടെ കാണാൻ തോന്നുന്നില്ലേ? അപ്പോൾ പോയി കാണുക. പടം ആമസോൺ പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് റെന്റിൽ കാണാൻ പറ്റും. 2.5 മണിക്കൂറാണ് റൺ ടൈം. നമ്പർ 2. ഈ നമ്പർ 2 ആൻഡ് നമ്പർ 1 പടങ്ങൾ
രണ്ടും പേഴ്സണലി എന്റെ നമ്പർ 1 ഫിലിംസ് ആണ്. മഴയുള്ള രാത്രികളിൽ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, അത് അന്വേഷിക്കാൻ എത്തുന്ന ഉദ്യോഗസ്ഥർ, അതിനവർ കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതാണ്. ഒരു ക്രൈം സീൻ എങ്ങനെ താറുമാറാക്കാം എന്നതിന്റെ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇതിന്റെ ഫസ്റ്റ് സീൻ. യഥാർത്ഥ സംഭവങ്ങളെ ബേസ് ചെയ്ത് ഒരുക്കിയ തിരക്കഥയാണ്. കൊറിയയിൽ നിന്ന് വന്ന ഏറ്റവും ഗംഭീരമായ ത്രില്ലറുകളിൽ ഒന്ന്. പടം ബോങ് ജൂൺ ഹോ സംവിധാനം ചെയ്ത മെമ്മറീസ് ഓഫ് മർഡർ. എനിക്കറിയില്ല, ഈ പടത്തോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. ഞാനിത് പല ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പലതവണ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് മതിയാവില്ല. ഇത് ഭയങ്കര സ്ലോ ആണ്, ബോറിംഗ് ആണ്, ക്ലൈമാക്സ് കൊള്ളില്ല, തൃപ്തി തന്നില്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട്. പക്ഷേ അപൂർണത എന്നത് മനോഹരമായ ഒരു അനുഭൂതിയാണെന്ന് തെളിയിക്കുന്ന ഒരു തിരക്കഥയാണ് ഈ പടത്തിൻ്റെത്. ഇതിന്റെ യഥാർത്ഥ ചരിത്രം നിങ്ങൾ അന്വേഷിച്ചു പോയാൽ സിനിമ ബാക്കി വെച്ച ഇംപെർഫെക്ഷൻ എത്ര പെർഫെക്റ്റ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പടം കാണാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. പക്ഷേ മഴക്കാലത്ത് കാണാൻ പറ്റുന്ന ത്രില്ലർ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന സിനിമയാണിത്. ഈ പടം ഇനിയും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർ ത്രില്ലർ പ്രേമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ഭുതമാണ്. സോ ഇനിയും കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. പടം ഡീറ്റെയിലി അവൈലബിൾ ആണ്, മെയിൻ പ്ലാറ്റ്ഫോമിൽ ഇല്ല. 2 മണിക്കൂർ 11 മിനിറ്റ് ആണ് ഈ സിനിമയുടെ റൺ ടൈം. ഇനി നമ്പർ 1 മൂവി. ഒരു സീരിയൽ കില്ലറിനെ അന്വേഷിക്കുന്ന വില്യം ഡേവിഡ് എന്നീ 2 ഡിറ്റക്റ്റീവ്സിന്റെ കഥ. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന ഓണറിൽ തന്നെ ഏറ്റവും മികച്ച സിനിമയെന്ന് ആരാധകർ വിധി പറഞ്ഞ ചിത്രം. 1995 റിലീസായ 7. ഇതിന്റെ ക്ലൈമാക്സ് ഉറക്കം കെടുത്തിയ ആളുകളാവും നമ്മളിൽ പലരും. ഫിഞ്ചറിന്റെ ഗംഭീര ഡയറക്ഷൻ, ബ്രാഡ് പിറ്റിന്റെയും മോർഗൻ ഫ്രീമാന്റെയും മത്സരിച്ചുള്ള പ്രകടനങ്ങൾ. പടം കാണാത്തവരുണ്ടാവില്ല. എങ്കിലും ഈ മഴക്കാലത്ത് ഒന്നുകൂടെ പടം നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 മണിക്കൂർ 6 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. എന്തൊരു ഹോണ്ടിങ് പടമാണല്ലേ. മിക്കതും കണ്ടതാ, എന്നാലും മഴക്കാലത്ത് ഒന്നുകൂടെ കാണാൻ ഒരു പൂതി. ഒരു ചൂട് കാപ്പി എടുത്ത് പോയാൽ കണ്ടേക്കാം. പൊളിക്കും മച്ചാനെ, പൊളിക്കും.